ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. പരിസ്ഥിതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കൂടുതൽ വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് പരിസ്ഥിതി. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരിസ്ഥിതി. ഓക്കെ, അടുത്തത് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. ഉത്തരം വരുന്നത് അസർബൈജാനാണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യമാണ് അസർബൈജാൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. ഉത്തരം ദക്ഷിണ കൊറിയ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യമാണ് ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുനഃപരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ തലവൻ ആരാണ്? ഉത്തരം കസ്തൂരി രംഗൻ. ആരാണ്? കസ്തൂരി രംഗൻ. അടുത്ത ചോദ്യം: പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. സ്ട്രോബിലാന്തസ് കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നത്. അടുത്തത് ലോക പരിസര ദിനം എന്ന്. ലോക പരിസര ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 7. ലോക പരിസര ദിനം വരുന്നത് ഒക്ടോബർ 7 എന്നാണ്. ഒക്ടോബർ 7 ലോക പരിസര ദിനം. അടുത്ത ചോദ്യം: കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാറാട്ടുകോണം. തിരുവനന്തപുരം ജില്ലയിലാണ് പാറാട്ടുകോണം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാറാട്ടുകോണത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. ഉത്തരം 2006. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2006. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം. ഉത്തരം 2012. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷമാണ് 2012. അടുത്ത ചോദ്യം നോക്കാം. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം.
ഉത്തരം വനശ്രീ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം ഇതാണ്, KM മുൻഷി. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാരാണ്? KM മുൻഷി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം വരുന്നത് മൃണാളിനി സാരാഭായി. മൃണാളിനി സാരാഭായി. അടുത്ത ചോദ്യം ഇതാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10ാമത്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത് ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. അടുത്ത ചോദ്യം. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത. ഉത്തരം സുനിത നാരായണൻ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിതയാണ് സുനിത നാരായണൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരം കാവുകളാണ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയാണ് കാവുകൾ. ഓക്കെ, അടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ഉത്തരം വരുന്നത് വയനാടാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് കരുതുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്കായിട്ട് നൽകുകയാണ്, സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ നന്നായി ശ്രദ്ധിച്ചവർക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ വെക്കുക കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. അപ്പോൾ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശരിയായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ശരിയായിട്ടുള്ള ഉത്തരം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ വെച്ചോളൂ. നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് ക്ലാസ് നന്നായി ശ്രദ്ധിച്ചത് എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്.
കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ആണ് ആവശ്യമെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.